വാവയുടെ രക്തം കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരാരാണ്? ഒത്തിരി പേരുണ്ട്. കാരണം ഒത്തിരി വെച്ചാൽ നമുക്ക് യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അറിയുന്നത് നമ്മളെ മോശപ്പെടുത്താനും നമ്മുടെ ഇല്ലായ്മ ചെയ്യാനും ആൾക്കാർ പ്രവർത്തിക്കുന്നു. അത് എനിക്ക് തോന്നിയത് ഈ എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ ആ ഏരിയയിൽ കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോൾ പുതിയ പാമ്പ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് വനം വകുപ്പിനകത്തിന് 1-2 ആൾക്കാരുടെ കീഴിൽ അവരുടെ അടിമകളായിട്ട് നിന്നുകൊണ്ട് വളരെ മോശം പ്രചരിപ്പിക്കുകയും നമ്മൾ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ എന്നെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു 2-3 പേര് വനം വകുപ്പിനകത്തുണ്ട്. അവരുടെ അടിമയായിട്ട് നിൽക്കുന്ന കുറച്ചുപേർ പുറത്തുമുണ്ട്. അവരാണ് ഇതിൻ്റെ അകത്ത് ഈ ആകെ അസ്വസ്ഥരാകുന്നത്. അതെ, അസ്വസ്ഥത. അതായത് വാവയ്ക്ക് ജനങ്ങൾ നൽകുന്ന ഒരു വിശ്വാസമുണ്ട്, പിന്തുണയും വിശ്വാസവും, അതിലാകെ അസ്വസ്ഥരാകുന്ന ഒരു വിഭാഗം ആൾക്കാർ 100%. അവർ വലിയ രീതിയിൽ ശല്യം ചെയ്യുന്നുണ്ടോ? നല്ല രീതിയിൽ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു പാമ്പിനെ പിടിക്കാൻ വിളിക്കരുതെന്നുള്ള ക്ലാസ്സുകൾ അങ്ങനെ തന്നെ അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇവർക്കൊന്നും എന്നെ വിമർശിക്കാനുള്ള അധികാരമില്ല. കാരണം ഇവരാരും വനംവകുപ്പിൻ്റെ ജീവനക്കാരല്ല. ഈ വിമർശിക്കുന്നവരെല്ലാം താൽക്കാലികമായിട്ട് പോലും വനംവകുപ്പുമായിട്ട് ബന്ധമില്ല, പാമ്പിനെ പിടിക്കാനെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവർക്ക് എന്നെ വിളിച്ച് പറയാൻ, സംസാരിക്കാനോ അല്ലെങ്കിൽ എന്നെ ഒരു പൊതുവേദിയിൽ അധിക്ഷേപിക്കാനോ ഇവർക്ക് അധികാരമില്ല. കാരണം വനംവകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫീസർക്ക് മേലുള്ളവർക്ക് മാത്രമേ എന്നെ വിളിച്ച് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയാനുള്ള അധികാരമുള്ളൂ. ഈ പറയുന്നവരാരും അങ്ങനെ അധികാരപ്പെട്ടവരല്ല. ഇവരെല്ലാവരും ഇതിൽ വേറൊരു കേസുണ്ട്. ഈ പറയുന്ന ആൾക്കാരിൽ 3 പേര് വിജിലൻസിൻ്റെ കേസിലെ പ്രതിയാണ് വിജിലൻസ് കേസിലെ പ്രതിയാണ്. അപ്പോൾ അവരിപ്പോഴും പാമ്പിനെ പിടിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തു.